ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ജൂലൈ മാസം 26-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 1-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1201, കർക്കിടക മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ. ഈ ആഴ്ചത്തെ പ്രധാന വിശേഷങ്ങൾ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ 26-ാം തീയതി പ്രദോഷവും 27-ാം തീയതി പൗർണമിയുമാണ്. പ്രദോഷവ്രതം എടുക്കുന്നതും പൗർണമി വ്രതം എടുക്കുന്നതും ശരീരത്തിനും മനസ്സിനുമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമവുമാണ്. വാരഫലത്തേക്ക് കടക്കുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ഒരു ദൈവാധീനം ആയതിനാൽ ആരോഗ്യം തൃപ്തികരമായി, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായാലും പ്രായമായവർക്കും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രവർത്തനത്തിൽ വിജയിക്കുവാനായിട്ട് ഏറ്റവും ഉത്തമവുമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരുവാനുള്ള നല്ല ആഴ്ചയാണ്. അതായത് ധനസ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ചും ഭാഗ്യസ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ചും വളരെ ഐശ്വര്യപ്രദമാണ്. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുക, ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് നിൽക്കുന്നവർക്ക് അത് പാസ്സായി പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാനൊക്കെ യോഗമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്ത് വളരെ സന്തോഷമുള്ള കാലം. തൊഴിൽ രംഗത്തും അഭിവൃദ്ധികൾ വന്നു ചേരുകയും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒരു അംഗീകാരമൊക്കെ കിട്ടുകയും സഹകരണം കിട്ടുകയും വഴി തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ വിജയിക്കുവാനും ഒക്കെ സാധിക്കും. തൊഴിൽ രംഗത്ത് കൃത്യനിഷ്ഠ അനിവാര്യമാണ്. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകുകയും ഒക്കെ വേണം. വിദേശത്തായിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുവാൻ ഉത്തമവുമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശത്രുക്കളെയും പോലും കൂടെ നിർത്തുവാൻ, സഹകരിപ്പിക്കുവാൻ, ഏത് കാര്യത്തിലും വിജയിക്കുവാൻ സാധ്യതയുണ്ട്. എല്ലാവിധ വിജയങ്ങളും വന്നു. അത് പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത്, സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലാതെ ഉള്ള നേരിട്ടോ അല്ലാതെയോ ഒക്കെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് നല്ല അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. അതായത് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കായാലും മധ്യവയസ്കർക്കൊക്കെ ആയാലും തൊഴിലില്ലാതെ ഇരിക്കുന്നവരാണ് എങ്കിൽ ഒരു പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനുള്ള അവസരം വന്നു ചേരും. പല കാരണങ്ങളാൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ. അവർക്ക്, ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ ലഭിക്കുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. പ്രായമായവരും കൊച്ചുകുട്ടികൾക്കുമൊക്കെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ വളരെ അനുകൂലമായ കാലം. ആരോഗ്യം പൊതുവെ എല്ലാവർക്കും തൃപ്തികരമായി. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർതം, പൂയം, ആയില്യം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം അത് രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും. കുടുംബപരമായ സമ്പത്ത് കിട്ടാനുള്ളത് കിട്ടുകയും
ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട സമ്പത്ത് വന്നു ചേരുന്നതിനോ, ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുക, സന്താനങ്ങൾക്ക് ജോലി കിട്ടുക, അങ്ങനെയൊക്കെയുള്ള അഭിവൃദ്ധികൾ, വിജയങ്ങൾ, അങ്ങനെ നല്ല കാര്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് ഈ കർക്കിടകം രാശിക്കാർക്ക്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിവാഹം ആലോചിക്കുന്നവർക്ക് പാരമ്പര്യ വിധി അനുസരിച്ച് ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ നല്ല യോഗവും ദൈവാധീനവുമുള്ള ഒരു ആഴ്ച. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളായാലും ധനപരമായ കാര്യങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലുമൊക്കെ അതീവ ജാഗ്രത വേണം. പല രീതിയിലും തൊഴിലിന് മുടക്കം വരികയോ അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനോ, തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള അധ്വാനഭാരം ഏറുന്നതിനോ, മനക്ലേശം വർദ്ധിക്കുന്നതിനുമൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്കും അത് ബാധകമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ പല രീതിയിൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും യാത്രാ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും വളരെ ഉത്തമമാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും സൗഭാഗ്യങ്ങൾ ഉള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം മെച്ചപ്പെടും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ധന ആഗമന യോഗവും ഉണ്ടാകും. ലോട്ടറി ഭാഗ്യം പോലെ അപ്രതീക്ഷിതമായ ധനാഗമനം ഉള്ള ഒരു സമയമാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അത് വന്നു ചേരുവാനുള്ള ധനമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് പ്രൊമോഷൻ വന്നു ചേരുന്നതിനും, അത് മിലിറ്ററിക്കാരായാലും പോലീസ് ഓഫീസേഴ്സ് ആയാലും മറ്റ് ഗവൺമെൻറ് ജോലിക്കാർക്കും ഒക്കെ അത് ബാധകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. അതുമൂലം ചില അപമാനങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി വേണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട്. ശാസ്ത ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാധീനമുണ്ട്. അവർക്ക് ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതായത് കലാകാരന്മാരായിരിക്കുന്നവർ, കായിക രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, രാഷ്ട്രീയക്കാരെ, പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്കൊക്കെ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്ന ഒരു നല്ല ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. എന്നിരുന്നാലും വാക്ക് തർക്കമൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് വളരെ ദേഷ്യം ഒക്കെ വർദ്ധിക്കുന്നതിന് സൂചനയുള്ള ഒരു ആഴ്ചയായതിനാൽ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്നതിനും അധികാരം കയ്യിൽ വരുന്നതിനും സൂചനയുണ്ട്. അത് പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും ഗവൺമെൻറ് ജോലികൾ ആയാലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനും അധികാരങ്ങൾ മേലധികാരികൾ ഏൽപ്പിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുകയും വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുക. ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചെയ്യും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉള്ള ഒരു സമയമാണ്. മുൻകാലങ്ങളിൽ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ പോലും ആ കഷ്ടതകളിൽ നിന്നൊക്കെ കരകയറുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തികം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ യോഗമുണ്ട്.
ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഏറ്റവും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകൻ കൂടിയായിരിക്കുന്ന വ്യാഴം അഷ്ടമം എന്ന് പറയുന്ന ഭാവത്തിൽ നിൽക്കുന്നു. എങ്കിലും ഉച്ചമായിട്ടൊക്കെ നിൽക്കുന്നതിനാൽ കുറച്ച് ഫലങ്ങളൊക്കെ നന്മകൾ തരും. അതായത് ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. ഭാഗ്യാധിപൻ്റെ സ്ഥിതിയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഏതൊരു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. സംസാരം വളരെ നിയന്ത്രിക്കണം. വീട്ടിലായാലും തൊഴിൽ രംഗത്തായാലും സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമൊക്കെ വളരെ ദേഷ്യം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. വലിയ കടബാധ്യത വരത്തക്ക രീതിയിലുള്ള കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവരുമൊക്കെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ കാലം. വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. കുടുംബത്തും സമാധാനമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത പാലിക്കണം. സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും അതീവ ജാഗ്രത ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വ്രതങ്ങളൊക്കെ എടുക്കുന്നതും ദോഷങ്ങളെ അകറ്റും. നന്മ വന്നു ചേരുകയും ചെയ്യും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. നിവൃത്തി സ്ഥാനത്ത് സർവേശ്വരകാരകൻ ആയിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യും. രാശിയുടെ അധിപന്റെ സ്ഥിതി അനുസരിച്ചും ഉത്തമമാണ്. രാശിയിലേക്ക് ആദിത്യന്റെ കൂടി ദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ പൊതുവെ ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ വേണം. ഭക്ഷണത്തിൽ അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗം വളരെ നിയന്ത്രിക്കേണ്ടതാണ്. നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ കിട്ടുന്നതിനുമൊക്കെ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നിരിക്കും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതോടൊപ്പം ശാസ്താവിനെ കൂടി ഭജിക്കുന്നതും ശാസ്താവിന് യഥാശക്തി അനുസരിച്ച് വഴിപാട് ചെയ്യുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടം, ചതയം, പൂരിട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതായത് ഭൂമി കാരകൻ കൂടിയായിരിക്കുന്ന പ്രവൃത്തികാരകനായിരിക്കുന്ന ചൊവ്വ, അത് ഭാഗ്യാധിപൻ സുഖസ്ഥാനമായ 4ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങളും ഭാഗ്യാവസ്ഥകളും വന്നു ചേരും. വാഹനം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാനൊരു യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കുന്ന ആഴ്ചയല്ല. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ കലാകാരന്മാരും സാഹിത്യകാരന്മാർക്കും ഒക്കെ അപ്രതീക്ഷിതമായ പ്രസിദ്ധി വന്നു ചേരുന്നതിനും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാനായിട്ട് ജാഗ്രത പാലിക്കണം. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ്. വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് തൊഴിൽപരമായ പുരോഗതികളും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക, അതുപോലെ തന്നെ എള്ളുപായസം കഴിക്കുക, ശാസ്ത ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, നാഗരാജാവിനെ പ്രാർത്ഥിക്കുക, മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യങ്ങൾ കൊണ്ടെത്തരും, സമ്പൽ സമൃദ്ധി കൊണ്ടെത്തരുന്നതുമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 7ാം ശനി ജന്മത്തിൽ അനുഭവിക്കുന്നു. അതിൻ്റെതായ കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു വലിയ ജനാവലി തന്നെ ഉണ്ട്. എന്നിരുന്നാലും ഈ രാശിക്കാർക്ക് ദൈവാധീനം ഉള്ളതിനാൽ അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല. അതായത് അധിക രോഗാവസ്ഥകൾ വരികയില്ല. വന്ന രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും ഒക്കെ യോഗമുണ്ട്. എല്ലാവിധ അഭിവൃദ്ധികളും ആ കണക്കിന് ദൈവാധീനം കൊണ്ട് വന്നു ചേരുവാൻ യോഗമുണ്ട്. ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനും കടകൾ വീടുന്നതിനും അങ്ങനെ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും ദാമ്പത്യ ജീവിതത്തിലായാലും പൊതുവെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. കുടുംബത്തും ഐശ്വര്യമുള്ള ഒരു നല്ല ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. അലസത വിട്ട് പ്രവർത്തിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഹോമം വഴിപാട് നടത്തുന്നതും
ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്സും യശസ്സും വർദ്ധിപ്പിക്കും. നല്ല ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചാനൽ ഷെയർ ചെയ്തും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുക കൂടി വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. അതായത് വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് മുഹൂർത്തങ്ങൾ നോക്കുന്ന കാര്യത്തിലോ കുടുംബ പ്രശ്നങ്ങൾ നോക്കുന്ന കാര്യത്തിലുമൊക്കെ നേരിട്ട് വരുന്നതിനോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്